ജോഷില, തിരുവമ്പാടിയിലെ വോട്ടിംഗ് മെഷീന്റെ തകരാർ എങ്ങനെ പരിഹരിച്ചു? അധിക സമയം വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്ങനെ ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നു? അന്ന മുക്കം നഗരസഭയിലെ 2 ബൂത്തുകളിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ആ നഗരസഭയിലെ പൂവാറന്തോട് ബൂത്ത് 86-ലാണ്, അതുപോലെ തന്നെ 101 ബൂത്തിലുമാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം, വോട്ടിംഗ് മെഷീന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. ആ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. 8 മണിയോടുകൂടി തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞിരിക്കുന്നത് 8 മണിയോടുകൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കും എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോട് വിശദീകരിച്ചത്. അതുപോലെ തന്നെ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴുള്ളത് മുക്കം മണാശ്ശേരി ബൂത്തിലാണ്. മുക്കം മണാശ്ശേരിയിലെ ബൂത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ 7 മണിയോടുകൂടി തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 1400-ലധികം വോട്ടർമാരുള്ള ഒരു ബൂത്ത് കൂടിയാണ്. ആ രീതിയിൽ വളരെ അധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. 1,84,808 വോട്ടർമാരാണ് തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് ചെയ്യേണ്ടത്. ഇതിൽ 93,371 സ്ത്രീ വോട്ടർമാരും 91,434 പുരുഷ വോട്ടർമാരും 3 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 1,84,808 വോട്ടർമാരാണ് തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് രേഖപ്പെടുത്തേണ്ടതുള്ളത്. മണ്ഡലത്തിൽ 18-19 പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന 2,277 പുതിയ വോട്ടർമാരാണുള്ളത്. 2,792 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വോട്ടർമാരുമുണ്ട്. ഇവരൊക്കെയാണ് ഇന്ന് ഇവിടേക്ക് ഈ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള, ഒരുപാട് വോട്ട് കൂടുതൽ കിട്ടാവുന്ന എന്ന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവമ്പാടി മണ്ഡലം. കാരണം നേരത്തെ തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ചത് ലിൻഡോ ജോസഫാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വിജയിച്ചത്. അതുപോലെ തന്നെ മാനന്തവാടിയിലും ഇടതുപക്ഷത്തിന് നേട്ടങ്ങൾ കൊയ്യാം എന്ന പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. നിലമ്പൂർ മണ്ഡലവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷം കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതേസമയം തന്നെ സത്യൻ മൊകേരിയാണ് നാട്ടിൽ തന്നെയുള്ള ആളുകളുമായി ഇടപഴകുന്ന, കാർഷികരുടെ പ്രശ്നങ്ങളിലടക്കം നേരത്തെ ഇടപെട്ടിരുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന നേതാവാണ് ഇടതുപക്ഷത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളത് കൂടി വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. നേരത്തെ സത്യൻ മൊകേരി ഈ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. ആ സമയത്ത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDFന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യം മൊകേരി വീണ്ടും ഒരു മത്സരത്തെ നേരിടുമ്പോൾ ജനകീയനാണ്.